ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഈവനിങ് ടു നൈറ്റ് റൊട്ടീനാണ്. അപ്പോൾ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് ജോലികളും അതുപോലെ തന്നെ നൈറ്റ് കിച്ചൺ ക്ലീനിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനിയാരും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ദോശമാവിലോട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് പനിയാരം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പനിയാരത്തിൽ കടുകും കറിവേപ്പിലയൊക്കെ താളിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ കുട്ടികൾ മാറ്റി വെക്കുന്ന കാരണം ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ കുറച്ച് സവാളയും ക്യാരറ്റും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കുഴിയപ്പക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മാവായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പനിയാരം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ബേക്കറി സാധനങ്ങൾ ആവുന്നതും ഒഴിവാക്കാൻ പറ്റും. ഇവിടെ എന്തായാലും ഞങ്ങൾ ബേക്കറി സാധനങ്ങൾ അവരുടെ അച്ഛൻ വാങ്ങിക്കൊടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ കുറച്ച് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. അവരുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബേക്കറി സാധനങ്ങളൊക്കെ. പക്ഷേ അവർ കാണാതെയൊക്കെ ഇടയ്ക്ക് ഇവർ വാങ്ങി കഴിക്കാറുണ്ട്. കണ്ട ചീത്ത ഉറപ്പാണ് കേട്ടോ. ആരാ വാങ്ങാൻ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ചീത്ത പറയാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഇങ്ങനെയുള്ള ഫുഡൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് വയറ് നിറയുമ്പോൾ തന്നെ ബേക്കറി സാധനങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് തോന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പനിയാരമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചമ്മന്തിയും പനിയാരും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഈസിയാണ് വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാനും. കുറച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നല്ല എരിവും ചൊടിയൊക്കെ ഉള്ളൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഈ ചമ്മന്തിയാണ് ഇഷ്ടം. അല്ലാതെ തക്കാളി ഇതൊക്കെ ഇടുന്ന ചമ്മന്തി ഇവർക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പനിയാരൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു മഴയത്ത് നല്ല ചൂട് പനിയാരം ചമ്മന്തി ഒക്കെ കഴിക്കാനൊരു നല്ല ഫീലാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടാണ് ഇനി എൻ്റെ വൈകുന്നേരത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ തന്നെ ഞാൻ തടി കൂടും. അങ്ങനെയാണ് കേട്ടോ. ഇത് കഴിക്കുകയൊന്നും വേണ്ട. ചിലവരെ അങ്ങനെയാണല്ലോ, നമ്മളൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ തടി നല്ലോണം വെക്കും. അങ്ങനെ ഒരു പ്രകൃതമാണ് കേട്ടോ ഞാൻ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും ഞാൻ അങ്ങനെ ഓയിലി ഫുഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈകുന്നേരങ്ങളിൽ ഫുഡൊന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എനിക്കൊരു സംതൃപ്തിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണതിന് മുമ്പായിട്ട് അപ്പോൾ നെല്ലിക്ക അച്ചാറൊക്കെ ഒന്ന് നന്നായിട്ട് മുളകും എരിവൊക്കെ പിടിച്ചതിന് ശേഷം അതൊരു ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ കുപ്പി ഇങ്ങനെ പാത്രങ്ങളിലാണ് അച്ചാറൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ പിള്ളേരൊക്കെ എടുക്കണ കാരണം ഞാൻ പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ നെല്ലിക്ക വെറുതെ കഴിക്കുന്നേക്കാൾ ഇങ്ങനെ അച്ചാർ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഞാനൊരു ബോക്സിലാക്കി മാറ്റി വെച്ചു. പിന്നെ നമുക്ക് അടിച്ചു വാരലൊക്കെയാണ് കേട്ടോ. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഒന്ന് ലീവുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഫയും കാര്യങ്ങളൊക്കെ നല്ലോണം പൊടിയും ഓരോ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു വിധമൊക്കെ അവരിങ്ങനെ മെസ്സിയാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി അവരുടെ ബുക്സും കാര്യങ്ങളൊക്കെ സോഫയിലാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സന്ധ്യ ആകുമ്പോഴത്തേനും ഞാൻ എടുത്ത് വെച്ചിട്ട് വിളക്ക് വെക്കണതിനൊക്കെ മുമ്പ് നമ്മൾ അടിച്ചു വരുമ്പോൾ തന്നെ ഞാനിതൊക്കെ എടുത്ത് വെച്ച് സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കും കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ അവർ പിന്നെ അത്രയ്ക്ക് അങ്ങനെ വൃത്തിയോടൊന്നും ആക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് അടിച്ചു വരാൻ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം തുടയ്ക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുമല്ലോ, ആ സമയത്ത് തന്നെ ഞാനൊന്ന് തുടച്ചിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ വൈകിട്ടാണ് തുടയ്ക്കാറ്. അല്ലെങ്കിൽ ഒരു ദിവസം ഇടവിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ തുടയ്ക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ തുടയ്ക്കണില്ല, അടിച്ച് മാത്രമേ വാരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ച് വാരുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൈയോടെ തട്ടി വിടും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. ഇവിടെ തന്നെയാണെങ്കിൽ റോഡ് സൈഡ് ആകുകൊണ്ട് തന്നെ നല്ലോണം പൊടി വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മൾ അടിച്ച് വരുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തിട്ട് നമുക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറാലും കാര്യങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പം ഇവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ എടുത്തു വെക്കാനായിട്ട് തന്നെ കുറച്ചുണ്ടാവും കേട്ടോ. എനിക്ക് അടിച്ചു വരുമ്പോൾ തന്നെ എങ്ങനെ ഒരു 10-20 മിനിറ്റ് സമയം പോകും. അപ്പോൾ എന്തായാലും അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുളിക്കണം കേട്ടോ. ഒന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസം അതുപോലെ വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ കൊലു കാണാനായിട്ട് വേറെ അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അടിച്ച് വാരി വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം അടിച്ചൊക്കെ വാരിയിട്ട് വേഗം പറഞ്ഞാൽ 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള ദിവസങ്ങളിൽ അവർക്ക് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും കൊടുക്കാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകുക, അടിച്ചു വാരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സമയം പോണത് അറിയുകയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 5:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അടിച്ചൊക്കെ വാരുമ്പോഴത്തേനും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരികയായിരുന്നു. പിന്നെ വിളക്ക് വെച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ.
ഏതെങ്കിലും ഒരു നേരമൊക്കെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നില്ലെങ്കിൽ രാവിലെ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ അമ്പലത്തിൽ പോവാറ്. അപ്പം നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. ഞാൻ ഇതിന് മുമ്പും കുറേ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള അമ്പലമാണ് നമ്മുടെ അമ്പലം. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞു, ലൈറ്റൊക്കെ ഇട്ടിട്ട് സിറ്റ് ഔട്ടിലും അവിടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ പോയിന്ന് റെഡി ആയിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ കണ്ണൻ കൂടെ വരും കേട്ടോ എൻ്റെ കൂടെ. എപ്പോഴും ഞാൻ പോകുമ്പോൾ കണ്ണൻ അമ്പലത്തിൽ വരും. പിന്നെ പിള്ളേരൊന്നും വലിയ ആൾക്കാരൊന്നും അത്ര അങ്ങനെ അമ്പലത്തേക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഈ ജനറേഷൻ അങ്ങനെ ആയതുകൊണ്ടോയെന്ന് അറിയില്ല, അവരിങ്ങനെ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ കേട്ടോ അമ്പലത്തിൽ പോകാനൊക്കെ അവർക്കൊരു ഉഷാറുണ്ടാവാറുള്ളൂ. പക്ഷെ ഞാൻ പറയാറൊക്കെ ഉണ്ട് ഡെയിലി ഇങ്ങനെ അമ്പലത്തിൽ പോകണം തൊഴുകണം എന്നൊക്കെ. പക്ഷേ അവർ അമ്മയ്ക്ക് വേറെ പണിയില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവരിയ്ക്കണേ. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണനെ കുട്ടികൾ അങ്ങനെ നമ്മുടെ ഇത്തിരി വലുതാവണ വരെയൊക്കെ നമ്മൾ അമ്മയും അച്ഛനും പോണതും അതുപോലെ നമ്മൾ പറയണതൊക്കെ കേൾക്കും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ അഭിപ്രായങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണൻ ഇപ്പോൾ ഞാൻ വരണ്ടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവൻ കുളിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ അവൻ എൻ്റെ കൂടെ വരും കേട്ടോ. അപ്പോൾ ഞാൻ നോൺ വെജ് കഴിച്ച ദിവസങ്ങളിൽ അവൻ അവിടെ ഉമ്മറത്ത് ആൽത്തറയിൽ ഇരിക്കും ഞാൻ തൊഴുത് വരുന്നവരെ. അല്ലെങ്കിൽ അവൻ വരും കേട്ടോ, കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ വരണ്ടാന്ന് പറഞ്ഞാലും കൂടി അവൻ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് അവൻ എൻ്റെ കൂടെ വരും അതുപോലെയൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ നന്നായിട്ട്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്തായാലും അവർ നമ്മുടെ കൂടെ വരുമോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർ വലിയവർ രണ്ടാളും കുറച്ച് വലുതായപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനും അല്ലാതെ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെയാണോ എന്ന് അറിയില്ല, ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അവർക്ക് നമ്മളുടെ അടുത്ത് സംസാരിക്കണേക്കാളും കുറച്ച് സംസാരിക്കാനൊക്കെ ഇഷ്ടം അവരുടെ ഫ്രണ്ട്സിനോടാണ്. പക്ഷെ ഞാനും അവരുടെ ഈക്വലായിട്ട് ഫ്രണ്ട്സിനെ പോലെ നിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരുപാട് സ്ട്രിക്റ്റ് അമ്മയൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാൽ കൂടി ചിലപ്പോൾ നമ്മൾ പറയണ കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ അമ്മ എന്തെങ്ങനെ പറയണേന്നോ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ പണിയില്ല അങ്ങനെയൊക്കെ പറയും കേട്ടോ അവർ. അപ്പോൾ ഞാനും അങ്ങനെ ഒരുപാട് അവരെ ഇതാക്കാറില്ല. അവർക്ക് ഇപ്പോൾ തോന്നുമ്പോൾ പൊക്കോട്ടെ അല്ലെങ്കിൽ തോന്നുമ്പോൾ പോണ്ട അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ 1-4 പ്രാവശ്യം പറഞ്ഞിട്ട് അവർ കേട്ടില്ല വെച്ചാൽ ചിലപ്പോൾ ഞാൻ ചീത്ത പറയും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ കുറേ നേരമായി ഒന്നിച്ചിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 3:30-ക്കൊക്കെ അങ്ങോട്ട് ചായ വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ചായ വെച്ച് കൊടുക്കുക, കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക, പിന്നെ പാത്രങ്ങൾ കഴുകുക, പിന്നെ അങ്ങനെ അടിച്ചു വാരുക, പിന്നെ മേല് കഴുകുക, വിളക്ക് വയ്ക്കുക, അങ്ങനെയൊക്കെ കുറച്ച് സമയം പിന്നെ ഇരിക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രാത്രിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ കാപ്പിയും ചായയൊക്കെ കുടിക്കണ സമയത്താണ് കേട്ടോ കുറച്ച് ഇരിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിമുളക് ഉണ്ടല്ലോ, നമ്മുടെ അരിമുളക് ഉപ്പിലിടാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ഇട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ചൂടുവെള്ളം നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കുറച്ച് ആറാൻ വെച്ചിട്ട് നമ്മുടെ ഈ അരിമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ വെള്ളം പിന്നെ ബാക്കി വിനിഗറും കൂടി ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി രാത്രിത്തേലത്തുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി കുറുമയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയൊക്കെ ഇട്ടിട്ടുള്ള കുറുമയാണ്. അപ്പോൾ കുറുമയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കൊളസ്ട്രോളിനൊക്കെ നമ്മുടെ അരിമുളക് കഴിക്കണത് നല്ലതാണ് വെച്ചിട്ട് ഏട്ടൻ കുറേ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആർക്കും കൊളസ്ട്രോളൊന്നും ഇല്ല. പക്ഷെ എന്നാൽ ഇതുവരെ എങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അവിടെ അമ്മായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ ഏട്ടനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ വാങ്ങിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അമ്മായിയെ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചാറുകളൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഇങ്ങനെ മാങ്ങ ഉപ്പിലിടുന്നത് നമ്മൾ വിനിഗറൊന്നും ഒഴിക്കാതെ ഞാൻ വെറുതെ വെള്ളത്തിൽ ഉപ്പും ഇഞ്ചിയും അങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഇതുവരെ അരിമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മായിക്ക് വിളിച്ച് ചോദിച്ചു ഇത് എങ്ങനെ ഇടണേന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വിനിഗറും ഉപ്പും അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് നക്കി നോക്കിയിട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രിക്കുള്ള കുറുമ വയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മുട്ടക്കുറുമ വെക്കണതും അതുപോലെ ഇഡ്ഡലിക്ക് കുറുമ വെക്കണത് മുട്ട ഇടാതെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ചപ്പാത്തിക്കാകുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒഴിവാക്കിയിട്ട് മുട്ടക്കറി പോലെ കുറുമ വയ്ക്കാറ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഈ ഉരുളക്കിഴങ്ങ് കുറുമ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക്
ഇഡ്ഡലിക്ക് കുറുമ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാമ്പാറാണ് അധികം ആൾക്കാർ ഉണ്ടാക്കുക. പക്ഷേ ഇവിടെ സാമ്പാറും കുറുമയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാള എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് പെരുംജീരകം അതുപോലെ തന്നെ പട്ട ഗ്രാമ്പ് അങ്ങനെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സവാള 2 അരിഞ്ഞതും അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലോട്ട് കുറച്ച് ഒരു ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മുട്ടക്കറിയും കുറുമയൊക്കെ വെക്കണ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത്. പിന്നെ അതിലോട്ട് തേങ്ങ അരച്ചൊഴിക്കണം. നന്നായിട്ട് കറി വെന്ത് വരുന്ന സമയത്ത് തേങ്ങയിൽ ഇഞ്ചിയും പൊട്ടുകടല അതുപോലെ തന്നെ വെളുത്തുള്ളി പട്ട ഗ്രാമ്പോ അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ടോ ചെയ്യാറ്. പിന്നെ അതുകൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറുമ നല്ല തിക്നെസ്സും അതുപോലെ നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാവും. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. കടുകും കരിവേപ്പിലയും നമുക്ക് വറുത്തിടണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ കുറുമയൊക്കെ സെറ്റായിട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷം തേങ്ങ അരച്ചു മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നവമി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം നമ്മൾ വീട്ടിൽ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 ദിവസം കുക്ക് ചെയ്യണത് എന്താ ഇപ്പം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരിക്കും. അല്ലെങ്കിൽ നോൺ വെജ് ആണ് ഇറച്ചിയും മീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 2 ദിവസത്തേക്കാണെങ്കിലും നമുക്ക് കൂട്ടാം. അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. മുട്ടയും കൂടി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ കുറുമ വെച്ചാലും എൻ്റെ കണ്ണന് ഉരുളക്കിഴങ്ങ് ഇട്ട കുറുമ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവനായിട്ട് ഞാൻ കുഴപ്പമില്ല സാരല്ല അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ടയും കൂടി വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആരും കഴിച്ചില്ല. ശരി അവൻ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് മുട്ട വേവിക്കാൻ വെച്ചു. അപ്പോൾ മുട്ട കുറുമയിൽ ഇട്ട് കഴിഞ്ഞാൽ അവൻ കഴിക്കും. അല്ലാതെ ആണെങ്കിൽ പിന്നെ അവനെ എനിക്ക് കഴിക്കാൻ വേണ്ട, എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവന് ഇഡ്ഡലി കുറുമ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അവന് ദോശ ചുട്ട് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി വേവിക്കാൻ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് കുറുമ മാത്രം എടുത്തിട്ട് അവന് മുട്ടക്കറിയാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറുമയൊക്കെ സെറ്റായതൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവിൽ എപ്പോഴും ഉപ്പിടാതെ ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മാവ് പുളിച്ചു പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത്. കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ആദ്യം ഇഡ്ഡലിയും ദോശയൊക്കെ ചുടുകയാണെങ്കിൽ പകുതി മാവ് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഉപ്പിടാതെ മാറ്റി വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചുടുന്ന സമയത്താണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇഡ്ഡലി തുണി വെച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി ചുടാറ്. ഇവിടെ അങ്ങനെ ഇഡ്ഡലി തട്ടിൽ മാത്രം അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി തുണിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നമുക്ക് ഈ തുണി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വാങ്ങാൻ കേട്ടോ ചെയ്യാറ്. കടയിൽ നിന്ന് ഇങ്ങനെ 1 മീറ്റർ കോട്ടൻ്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പഴയതാവുമല്ലോ തുണിയൊക്കെ. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ പിന്നെ വേറെ തുണിയെടുത്ത് കട്ട് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ ഷേപ്പിൽ അങ്ങോട്ട് വെട്ടിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റ് ആവണ സമയത്ത് പിന്നെ പുതിയത് വാങ്ങാനായിട്ട് എടുക്കും. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചു കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇഡ്ഡലി ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ഡലി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ വെള്ളവും ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ വെള്ളം ചൂടാക്കണത് വെച്ചാൽ അത്രയും നേരം ഇരിക്കുമ്പോൾ ഇഡ്ഡലിക്ക് അത്രയും സോഫ്റ്റ് കിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി വെച്ച് കൊടുക്കാറ്. അപ്പോൾ ഇഡ്ഡലി നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി ആവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് നമ്മൾ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, ജാറും അതുപോലെ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്തതും കടുക് താളിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജാറൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ നമ്മുടെ ചീഞ്ചട്ടി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ കറുപ്പ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുറേ പോകാൻ വേണ്ടിയിട്ട് ഉരച്ച് നോക്കുന്നത് കുറേ പഴയതാണ് കേട്ടോ ഈ ചീഞ്ചട്ടി. എന്നാലും ഞാൻ കളയാതെ വെച്ചിരിക്കുകയാണ്. കുറേ കൊല്ലം കഴിഞ്ഞു, എങ്ങനെയും കുറേ കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഈ ചീഞ്ചട്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനത് പോവാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കഴുകണ നമ്മുടെ പീതാമ്പരി പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉരച്ച് നോക്കട്ടെ പോവോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നന്നായിട്ട് വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറുപ്പൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പിച്ചുള്ള പാത്രങ്ങൾ മാത്രമല്ല, നമുക്കിങ്ങനെ സ്റ്റീൽ പാത്രങ്ങൾക്കും അലുമിനിയം പാത്രങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പീതാമ്പരി പൗഡർ നന്നായിട്ട് ഇങ്ങനെ കറുപ്പൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ 1-2 പ്രാവശ്യം കൂടി നമ്മൾ ഇതുപോലെ കഴുകാണിച്ചാൽ പോകുമെന്നാണ് തോന്നണേ. അപ്പോൾ അത്യാവശ്യം വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് പാത്രങ്ങളാവുമ്പോൾ തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇല്ലാച്ച കുറേ പാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ 4-5 പേര് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പാത്രങ്ങൾ കൂടാറുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകണം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കും. പിന്നെ നമ്മൾ കഴിച്ച പാത്രങ്ങളും അതുപോലെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണ ശീലമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഉണ്ടാക്കിയതും കഴിക്കാൻ കേട്ടോ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒക്കെ നല്ല ചൂട് വേണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ
കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്തിട്ട് ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനും ഞാൻ കിച്ചണൊക്കെ നീറ്റ് ചെയ്തിട്ട് കിച്ചണിൽ നിന്ന് പോവാറാണ് കേട്ടോ. ലേറ്റായിട്ട് കഴിക്കണ ദിവസങ്ങളിൽ എന്നെങ്കിലും മാത്രമാണ് ഞാൻ കിച്ചൺ വൃത്തിയാക്കാതെ ഒക്കെ പോകാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ കിച്ചൺ വൃത്തിയാക്കിയിട്ടേ ഉറങ്ങാൻ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നേരത്തെ കഴിച്ചാലാണ് നമുക്ക് പിന്നെ കിച്ചണൊക്കെ ഒന്ന് നീറ്റ് ചെയ്ത് ഇടാനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ. വൈകി കഴിക്കണ ദിവസം എനിക്ക് കിച്ചണിൽ നിൽക്കാൻ തന്നെ ദേഷ്യം വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കുറച്ച് നേരത്തെ കഴിക്കും. ഇടയിൽ കുറച്ച് ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കണ്ണൻ അടുത്തിരിക്കുന്നുണ്ട്. എത്ര പ്രാവശ്യം ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞാലും ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ പുറത്താക്കാനും പറ്റില്ല. എന്താ വെച്ചാൽ അവന് ഇത്തിരി ജലദോഷവും പനിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്തിരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യത്തെ ഇഡ്ഡലിയൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു ട്രിപ്പും കൂടി ഇഡ്ഡലി ഒഴിച്ചിട്ട് പിന്നെ എല്ലാവർക്കും ദോശ വേണ്ടി വരും കേട്ടോ. ഇഡ്ഡലി ആണെങ്കിൽ പിന്നെ എല്ലാവർക്കും ദോശ മതി എന്നാണ് പറയാറ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ആണ് എല്ലാവർക്കും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കണ്ണന് ദോശ ഇടുമ്പോൾ എല്ലാവർക്കും ഓരോ ദോശ വീതം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചുടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ണന് ദോശ ഇട്ടപ്പോൾ ഇവർക്കൊക്കെ ഓരോ ദോശയും കൂടി കൊടുത്തു. പിന്നെ ഇഡ്ഡലിയും കൂടി കഴിക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഡ്ഡലി എപ്പോഴും ഇഷ്ടമല്ല കേട്ടോ. എപ്പോൾ ഇഡ്ഡലി ചുട്ടാലും സോഫ്റ്റായിട്ടും ഒക്കെ തന്നെയാണ് ഇഡ്ഡലി ഉണ്ടാവുക. പക്ഷെ എന്നാലും അവർക്ക് ദോശയാണ് ഇഷ്ടം. പിന്നെ കുട്ടികൾക്ക് ദോശയാണോ ഇഷ്ടം, എല്ലാവരുടെയും അങ്ങനെയാണോ എന്നറിയില്ല. ഇവർക്ക് എപ്പോഴും ദോശയോടെ ഇട്ടാൽ താല്പര്യമുള്ളൂ. ഇഡ്ഡലി അവർക്ക് കണ്ടാലേ ഇഷ്ടമല്ല. ഇപ്പം അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ദോശമാവൊക്കെ മാറ്റി വെക്കാനുള്ളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതും അതുപോലെ കറിയൊക്കെ ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എണ്ണ ബോട്ടിലും അതുപോലെ തന്നെ എണ്ണ പുരട്ടണ തുണിയും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് പാത്രങ്ങളെ ഇപ്പോൾ ഉള്ളോട്ട് കഴുകാൻ നേരത്തെ കുറച്ച് കഴുകിയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കഴിച്ച പാത്രങ്ങളും അതുപോലെ കറിയൊക്കെ ഒഴിച്ച പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ കഴുകാൻ. പിന്നെ കറിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് കേട്ടോ കാണാൻ. അതുവരയ്ക്കും നമ്മൾ എടുത്ത മാവും കറിയും പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ നിറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇഡ്ഡലി പാത്രങ്ങളെല്ലാം മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങൾ നമ്മൾ കിച്ചൺ വൃത്തിയാക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞതും തന്നെ ഒരുപാട് ദേഷ്യം വരണ പോലെ തോന്നും കേട്ടോ. നമുക്ക് കിച്ചൺ വൃത്തിയാക്കണം. പിന്നെ ചിലപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ മെഴുകി വെച്ചാൽ പിന്നെ എല്ലാ പണിയും കൊള്ളാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസങ്ങളും കിച്ചണൊക്കെ നീറ്റ് ചെയ്തിട്ട് ഞാൻ കിടക്കാറുള്ളൂ. തീരെ വയ്യെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് കിച്ചൺ വൃത്തിയാക്കാതെ കിടക്കണ ദിവസങ്ങളുണ്ടാവുള്ളൂ. പിന്നെ അന്ന് ഞാൻ എപ്പോഴത്തേക്കാളും ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. എന്നാലാണ് പിന്നെ നമ്മൾ കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും വീണ്ടും വൃത്തിയുടെ ആവുമെങ്കിലും നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കിച്ചൺ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പാത്രം കഴുകുമ്പോൾ അങ്ങനെ ഒന്നിച്ച് അങ്ങോട്ട് തേച്ച് സോപ്പ് തേച്ചിട്ട് പിന്നെ കഴുകിയെടുക്കാറില്ല കേട്ടോ. കുറച്ച് പാത്രങ്ങളായിട്ട് ഞാൻ ആദ്യം സോപ്പ് തേക്കും, പിന്നെ അങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് വേഗം പാത്രങ്ങൾ കഴുകി കഴിയണ പോലെ തോന്നും. ഇപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ കേട്ടോ. അപ്പോൾ ദോശക്കല്ല് ഞാൻ മാറ്റിയിട്ടില്ല, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിന് പുറമേ തന്നെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഗ്യാസൊക്കെ പിന്നെ അത്യാവശ്യം വൃത്തിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. വൈകുന്നേരം ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കുമ്പോൾ തന്നെ ഗ്യാസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഞാൻ എന്തായാലും കിച്ചണിലെ ഗ്യാസും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണ മെഴുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോണ നേരത്ത് കിച്ചൺ ടവലും അതുപോലെ കിച്ചണിൽ തുടയ്ക്കാൻ യൂസ് ചെയ്യണതും കിച്ചൺ നമ്മൾ കയ്യിൽ പിടിക്കാൻ യൂസ് ചെയ്യണ തുണികളൊക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഉണങ്ങാനിടും കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേനും അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ഒരു വൃത്തികേട് പോലെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡെയിലി വൃത്തിയാക്കുകയാണെങ്കിൽ നമുക്ക് തുണിയാണെങ്കിൽ നമുക്കൊരു വൃത്തികേട് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ എണ്ണമെഴുക്കും ഒക്കെ ആയിട്ട് നമുക്കത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഡെയിലി കിച്ചൺ ടവലൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ കിച്ചൺ ടവൽസൊക്കെ ഞാൻ കുറച്ച് വൃത്തികേടായി കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞിട്ട് വേറെ പുതിയത് എടുക്കാനാട്ടോ ചെയ്യാറ്. നമ്മൾ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മുടെ ഈ കോട്ടൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണികളൊക്കെ നമുക്ക് വീട്ടിൽ വേസ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കി സിങ്കൊക്കെ അതുപോലെ നന്നായിട്ട് ക്ലീനായിട്ട് ഡെയിലി ഓരോ പ്രാവശ്യം പാത്രം കഴിയുമ്പോൾ സിങ്ക് ക്ലീനായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, 2-3 എണ്ണം. അപ്പം അത് ഞാൻ ഇന്ന് മുഴുവനും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ അത് പകലിങ്ങനെ നമുക്ക് വെക്കാൻ പറ്റില്ല, ആരുടെയും കൈ തട്ടിയിട്ട് അത് കൊട്ടണ്ടാച്ച് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോൾ രാത്രി ആയപ്പോൾ എന്തായാലും അതിലൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഒബ്സർവ് ആയതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ വരയ്ക്കും കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ പിറ്റേന്ന് അതൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്നുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക്
ഒന്നുകൂടി ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഒന്നുകൂടി കഴുകിയിട്ട് നമുക്ക് ഇങ്ങനെ ചട്ടി മയക്കി എടുക്കാൻ സീസണിങ് ചെയ്യില്ലേ, അപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് രാത്രി ഞാൻ കഞ്ഞിറ വെള്ളം ഒഴിച്ച് വെക്കാൻ കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ കുക്കിങ്ങും കാര്യങ്ങളും സിങ്ക് ക്ലീനിങ്ങും അതുപോലെ കിച്ചണിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ് കണ്ടാൽ മതി അയ്യോ എൻ്റെ എന്താ പറയുക അല്ലാ പഠിച്ചോനേന്ന് പറഞ്ഞിട്ട് ഒറ്റ കിടത്താണ് കേട്ടോ. അപ്പോൾ ആ രാത്രിത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോയി കിടക്കുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് ചെയ്യാതെ കിടക്കുമ്പോൾ എന്തോ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ.